രാമായണം ഇന്ത്യയിലെ ഹിന്ദുമതത്തിന്റെ രണ്ട് മഹത്തായ ഇതിഹാസങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല, ഇത് നടന്ന സംഭവമാണെന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. പറഞ്ഞു വന്നാൽ എല്ലാവർക്കും ഈ രാമായണ കാവ്യം ഒരുപാട് ഇഷ്ടമാണ്. രാമായണത്തെ ഒറ്റവരിയിൽ പറയണമെന്നുണ്ടെങ്കിൽ, ലങ്കയിലെ മഹാനായ രാജാവായ രാവണന്റെ കയ്യിൽ നിന്നും തൻ്റെ പ്രിയ പത്നിയായ സീതയെ രക്ഷിക്കാൻ വാനര സൈന്യത്തിന്റെ സഹായത്തോടുകൂടി രാജകുമാരൻ രാമൻ നടത്തുന്ന യാത്രയാണ് രാമായണത്തിന്റെ മുഴുവൻ കഥയും. പല 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന രാമായണത്തിൽ പറയപ്പെടുന്ന സംഭവങ്ങളെല്ലാം സത്യമാണെന്ന് പല ഗവേഷകർ പറയുന്നതോടൊപ്പം അതിന് ചില തെളിവുകളും കാണിച്ചു. ഈ ഒരു വീഡിയോയിലൂടെ രാമായണം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്ന പല തെളിവുകളും ഞാൻ പറയാൻ പോവുകയാണ്. ഇതുവരെയും ആർക്കൊക്കെയാണോ ഈ രാമായണത്തിൽ വിശ്വാസമില്ലാത്തത്, അവരൊക്കെ ഈ വീഡിയോ കണ്ട് അവസാനിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ രാമായണത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയുക. തീർച്ചയായും ഈ ഒരു വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയ വ്യൂവേഴ്സ് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ തെളിവ്, രാമായണം അനുസരിച്ച് രാമൻ സീതയെ തിരഞ്ഞു പോയപ്പോൾ അദ്ദേഹം ഹനുമാനെ കിഷ്കിന്ധ എന്ന സ്ഥലത്ത് കണ്ടുമുട്ടി. അപ്പോൾ മുതൽ ഹനുമാൻ ഒരുപാട് സമയങ്ങളിൽ രാമന് നല്ലൊരു സഹായിയായിരുന്നു. കിഷ്കിന്ധ എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലം കർണാടകയിലുള്ളതായി ഗവേഷകർ കണ്ടെത്തി. അവിടെ ഗവേഷകർ റിസർച്ച് നടത്തിയപ്പോൾ അവർക്ക് വളരെ പഴക്കമുള്ള ഹനുമാൻ ക്ഷേത്രങ്ങൾ കണ്ടെത്താൻ സാധിച്ചതായും പറയുന്നു. ഈ ഒരു തെളിവ് രാമായണം യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണ് എന്ന് കാണിക്കാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി. കാരണം രാമായണം കാവ്യത്തിൽ കിഷ്കിന്ധ എന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ സുഗ്രീവ ജീവിച്ചിരുന്ന ആ ഒരു ഗുഹ ഇപ്പോഴും കർണാടക സ്റ്റേറ്റിലുണ്ട്. ആ ഗുഹയിൽ ചില മനുഷ്യരുടെ കാലടയാളം കണ്ടെത്താനും സാധിച്ചു. ഇത് രാമലക്ഷ്മണന്മാരുടെ കാലടയാളം എന്നാണ് ഗവേഷകർ പറയുന്നത്. രണ്ടാമത്തെ തെളിവ്, രാമന് ഇപ്പോൾ സീത എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഹനുമാനെയും വാനര സൈന്യത്തെയും കൂട്ടി യാത്ര തുടർന്നു. എന്നാൽ അവർ പോകുന്ന വഴിയിൽ ഒരു കടലുണ്ടായിരുന്നു. അതിപ്പോൾ കടന്നു വേണം അവർക്ക് പോകാൻ. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന സൈന്യം ചെയ്തത് അടുത്തുണ്ടായിരുന്ന കല്ലുകളെടുത്ത് ആ കടലിലേക്ക് എറിയാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ചേർന്ന് ലങ്ക വരെ ഒരു പാലം പോലെ നിർമ്മിച്ചു. അതിനെയാണ് രാമസേതു പാലം എന്ന് പറയുന്നത്. ഏത് കല്ലുകൾ ഉപയോഗിച്ചാണോ ആ പാലം പണിതത്, ആ കല്ലുകൾ ഇപ്പോഴും അതേ സ്ഥലത്ത് തന്നെ ഉണ്ട്. അവിടെ ചെന്ന് ഗവേഷകർ റിസർച്ച് ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് ഈ കല്ലുകൾ രാമായണ യുഗത്തിന് സ്വന്തമായത് എന്നാണ്. അവരങ്ങനെ പറയാൻ മറ്റൊരു കാരണം, രാമായണത്തിൽ പറയപ്പെടുന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ ഈ പാലവും ഉള്ളത്. തീർച്ചയായും ഇതൊരു യാദൃശ്ചികത ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം ലോകത്തിൽ ഇങ്ങനെ ഒരു പാലം മറ്റെവിടെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൂന്നാമത്തെ തെളിവ്, രാമായണത്തിൽ നടന്ന മറ്റൊരു സംഭവം നിങ്ങൾക്കറിയാമായിരിക്കും. ഒരു തവണ യുദ്ധത്തിനിടെ ഇന്ദ്രജിത്തിന്റെ ആയുധത്തിൽ ലക്ഷ്മണന് പരിക്കേറ്റു. മാരകമായി പരിക്കായതിനാൽ അബോധാവസ്ഥയിലായി. മരിച്ചയാളെ പോലും പുനർജീവിപ്പിക്കാൻ കഴിവുള്ള മാന്ത്രിക സസ്യമായ സഞ്ജീവനി കൊണ്ടുവരാൻ വൈദ്യൻ ആവശ്യപ്പെട്ടു. ഹിമാലയൻ പർവ്വതനിരകളിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ഹനുമാൻ അവിടെയുള്ള നീലമഹാഗിരി എന്ന വലിയ പർവ്വതത്തെ കണ്ടെത്തി. എന്നാൽ അതിൽ ഈ സഞ്ജീവനി ഉൾപ്പെടെ 4 ഔഷധ സസ്യങ്ങൾ ഉണ്ടായിരുന്നു. കൃത്യമായി സഞ്ജീവനി കണ്ടെത്താനാകാത്തതിനാൽ അദ്ദേഹം ആ മല മുഴുവനും പിഴുത് ലങ്കയിലേക്ക് പറന്നു മരിച്ച ലക്ഷ്മണന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അത് പ്രയോഗിച്ചതിന് ശേഷം സുഖം പ്രാപിക്കുകയും തിരികെ ആ ഒരു പർവ്വതം എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. എന്നാൽ തിരികെ പോകുമ്പോൾ മലയുടെ ചില ഭാഗങ്ങൾ ചിലയിടങ്ങളിൽ വീണു. അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഋത്തികാല കുന്നുകൾ. ശ്രീലങ്കയിലെ ഉഷ്ണമേഖലാ സസ്യജാലങ്ങൾക്കിടയിൽ വിചിത്രമായ ഹിമാലയൻ സസ്യജാലങ്ങളും ഔഷധ സസ്യങ്ങളുടെ സമൃദ്ധിയും ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കും. 5 സ്ഥലങ്ങളിലെ ഐതിഹ്യം അനുസരിച്ച് ഹനുമാൻ ലങ്കയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹിമാലയത്തിൽ നിന്നുള്ള ദ്രോണഗിരിയുടെ കഷ്ണങ്ങൾ താഴേക്ക് വീണു. ഈ 5 സ്ഥലങ്ങളെ സഞ്ജീവനി തുള്ളികൾ എന്നാണ് അറിയപ്പെടുന്നത്. 5 സഞ്ജീവനി തുള്ളികൾ ധോലുകണ്ട, ഋത്തികാല, റുമസല, കച്ചത്തീവ്, തള്ളടി എന്നിവിടങ്ങളിലാണ്. ഈ ചെടികൾ ഈ സ്ഥലങ്ങളിൽ കണ്ടെത്തിയപ്പോൾ ഗവേഷകർക്ക് വലിയൊരു സംശയമുണ്ടായി, ഇത് എങ്ങനെ ഇവിടെ എത്തിയെന്ന്. പിന്നീടാണ് രാമായണത്തിൽ നടന്ന ആ ഒരു പ്രത്യേക സംഭവം കാരണം മാത്രമേ ഇത് നടക്കാൻ സാധ്യതയുള്ളൂ എന്ന് അവരൊരു നിഗമനത്തിലെത്തി. ഇതല്ലാതെ മറ്റ് യാതൊരുവിധ സാധ്യതയുമില്ലായിരുന്നു. നാലാമത്തെ തെളിവ്, രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോകുമ്പോൾ ജടായു എന്ന വലിയ പരുന്ത് അവിടെ വന്ന് രാവണനെ തടയാൻ ശ്രമിച്ചു. എന്നാൽ ആ പക്ഷിയെ കൊണ്ട് രാവണനെ ജയിക്കാനായില്ല. കോപാകുലനായ രാവണൻ ജടായുവിന്റെ ചിറകുകളും പാദങ്ങളും വശങ്ങളും മുറിച്ചു മാറ്റി. വീരനായ ജടായുവിനെ കഠിനമായ വേദനയിൽ മരിക്കാൻ അനുവദിച്ചു.
ഇതിനുശേഷം അവിടെ വന്ന രാമൻ ആ പക്ഷിയെ നോക്കി എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ആ പക്ഷിയെ കൊണ്ട് എഴുന്നേൽക്കാൻ കഴിയാതെ നടന്ന സംഭവങ്ങളെല്ലാം രാമനോട് പറയുകയും അവസാനം മരിക്കുകയും ചെയ്തു. ഈ സംഭവം നടന്ന ശേഷം ആ ഒരു സ്ഥലത്തിന്റെ പേര് ലേ പക്ഷി എന്നറിയപ്പെട്ടു. കാരണം തെലുങ്കിൽ ലേ എന്നാൽ എഴുന്നേൽക്കൂ എന്നാണ് അർത്ഥം, പക്ഷി എന്നാൽ പറവ എന്ന്. ഈയൊരു വാക്കായിരുന്നു രാമൻ ആ പക്ഷിയോട് പറഞ്ഞതായി രാമായണം പറയുന്നു. ഈയൊരു വാക്ക് തന്നെയാണ് ആ നാടിന്റെ പേരായി പിന്നെ മാറിയതും. ഇപ്പൊ പോലും ലേ പക്ഷി എന്ന ഒരു ചെറിയ ഗ്രാമം ആന്ധ്രാപ്രദേശിലുണ്ട്. ഇതിലൂടെ രാമായണം സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ തെളിവ് സീതയുടെ അഗ്നിപരീക്ഷ. രാമൻ പരിശുദ്ധി തെളിയിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ സീത അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറായി. ജനങ്ങൾക്ക് മുൻപിൽ തന്റെ പരിശുദ്ധി തെളിയിച്ചിട്ട് സീത അയോധ്യയിൽ നിന്നും രാമന്റെ ജീവിതത്തിൽ നിന്നും നിഷ്കാസിതയാകുന്നു. ഏത് സ്ഥലത്താണോ സീത അഗ്നിപരീക്ഷ നടത്തിയത് ആ സ്ഥലം ഇപ്പോഴും ശ്രീലങ്കയിലുള്ളതായി പറയുന്നു. ആ സ്ഥലത്തിന്റെ പേര് ദിവ്രുംപൂല. ആറാമത്തെ തെളിവ് രാവണൻ സീതയെ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഒരു വെള്ളച്ചാട്ടത്തിന് പുറകിലുള്ള ഗുഹയിൽ മറച്ചു വച്ചതായി പറയപ്പെടുന്നു. ആ ഗുഹ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിന്റെ പേര് രാവണ എല്ലാ കേവ്. ഇപ്പോഴും ഒരുപാട് വിനോദസഞ്ചാരികൾ ആ ഗുഹ കാണാൻ പോകാറുണ്ട്. ഏഴാമത്തെ തെളിവ് ഒരു ഭീമാകാരമായ കാലടയാളം ഇപ്പോഴും ലങ്കയിൽ ഉള്ളതായി നമുക്കറിയാം. ആ കാൽപ്പാടുകൾ ഹനുമാന്റേതാണെന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. കാരണം ഹനുമാനെ കൊണ്ട് തന്നെ എത്രത്തോളം വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. ഹനുമാൻ സീതയെ തിരഞ്ഞ് ലങ്കയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആ രൂപം കൊണ്ട് അദ്ദേഹം എടുത്തു വെച്ച ആദ്യത്തെ കാൽപാദമാണ് അതെന്നും പറയുന്നു. അതുകൂടാതെ ഹനുമാൻ ലങ്കയിൽ വന്നപ്പോൾ അവിടെയുള്ള ചില വനവാസികൾ അദ്ദേഹത്തെ സഹായിച്ചതായും അതിന് നന്ദി പറയുന്ന രീതിയിൽ 41 വർഷത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇപ്പോഴും ഹനുമാൻ ആ ഒരു സ്ഥലത്ത് വന്ന് അവിടെയുള്ള ജനങ്ങളെ അനുഗ്രഹിച്ചിട്ട് പോകുന്നതായും ആ ജനങ്ങൾ വിശ്വസിക്കുന്നു. രാമായണ കാവ്യത്തിൽ പറഞ്ഞതുപോലെ ഹനുമാൻ സീതയെ രക്ഷിക്കാൻ ലങ്കയിലേക്ക് വന്നപ്പോൾ ഹനുമാൻ ആദ്യമായി തൊട്ട സ്ഥലം രംബോഡ എന്ന് പലരും വിശ്വസിക്കുന്നു. എട്ടാമത്തെ തെളിവ് രാവണന്റെ സ്വർണ്ണ കൊട്ടാരം. ഇത് കണ്ടുപിടിക്കാൻ ഒരുപാട് ആർക്കിയോളജിസ്റ്റ് ശ്രീലങ്കയിലുള്ള മലകളും കുന്നുകളും ഗവേഷണം നടത്തി. അപ്പോ ഒരു കൂറ്റൻ പാറയുടെ മുകളിൽ ഒരു പുരാതന കൊട്ടാരവും കോട്ടയും ഉള്ളതായി കണ്ടെത്തി. രാജ്യം മനോഹരമായിരിക്കണമെങ്കിൽ കൊട്ടാരവും മനോഹരമായിരിക്കണം. ഇത് രാവണ രാജാവിന്റെ കൊട്ടാരമായാണ് സിഗ്രിയ ലാൻഡ് റോക്കിനെ പലരും കണക്കാക്കുന്നത്. ഈ പുരാതന നിർമ്മാണം തീർച്ചയായും അത്ഭുതകരമാണ്. ശ്രീലങ്കക്കാർ ഇതിനെ ലോകത്തിലെ 8ാമത്തെ അത്ഭുതം എന്ന് വിളിക്കുന്നതിൽ അതിശയിക്കാനില്ല. ഇത് തന്നെയായിരിക്കും രാവണന്റെ കൊട്ടാരം എന്ന് ഗവേഷകർ തറപ്പിച്ചു പറയാൻ കാരണം രാമായണ കാവ്യത്തിൽ രാജ്യത്തിന്റെ തലസ്ഥാനം കാടുകൾക്ക് നടുവിലുള്ളതായി പറയപ്പെടുന്നു. 1200-ലധികം പടികൾ കയറി വേണം മുകളിലേക്ക് എത്താൻ. ആധുനിക കാലത്ത് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ പടികൾ നിർമ്മിച്ചത്. അങ്ങനെയെങ്കിൽ ആ കാലത്ത് ശരിയായ പ്രവേശന കവാടം പോലും ഇല്ലാത്ത ഒരു കൂറ്റൻ പാറയുടെ മുകളിൽ അവർ എങ്ങനെ ഈ വലിയ കൊട്ടാരം നിർമ്മിച്ചു എന്ന ഒരുപാട് ചോദ്യം വന്നു. ഇതിനുത്തരമായി 5000 വർഷങ്ങൾക്ക് മുൻപ് രാവണന് ഒരു പറക്കുന്ന യന്ത്രമുണ്ടായിരുന്നുവെന്നും അതിലൂടെ സഞ്ചരിച്ചാണ് ആ പാറകൾക്ക് മുകളിലുള്ള തന്റെ കൊട്ടാരത്തിലേക്ക് പോയി വന്നതെന്നും പറയപ്പെടുന്നു. 9ാമത്തെ തെളിവ് രാവണൻ ലങ്കയിലെ മഹാനായ രാജാവായിരുന്നുവെന്ന് ചരിത്രം പറയുന്നു. അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി തന്ത്രത്തെ വെല്ലാൻ ആർക്കും തന്നെ കഴിയില്ല എന്നും ഒരു സമയത്ത് 10 ജോലി ചെയ്യാൻ കഴിവുള്ള മഹാനാണെന്നും പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ 10 തലയുള്ള രാവണൻ എന്ന് പറയാൻ കാരണം. രാവണന്റെ ഭരണകാലത്ത് അദ്ദേഹം മികച്ച രീതിയിൽ ഭരണം നടത്തിയതായി പല കുറിപ്പുകൾ പറയുന്നുണ്ട്. 2 വെവ്വേറെ സ്ഥലങ്ങളിലുണ്ടായിരുന്ന രാമൻ രാവണന് തമ്മിൽ യാതൊരു ബന്ധവുമില്ലായിരുന്നു. എന്നാൽ കടൽ കഴിഞ്ഞുള്ള രാവണനെ കുറിച്ചുള്ള കാര്യങ്ങൾ രാമായണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ രാമായണം സത്യമാണ് എന്ന് ഒരുപാട് പേർ വിശ്വസിക്കുന്നു. 10ാമത്തെ തെളിവ് രാവണൻ സീതയെ ലങ്കയിലേക്ക് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് സീതയെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. പക്ഷേ സീത സമ്മതിച്ചില്ല. രാവണൻ അവിടെ കൊട്ടാരം ഉണ്ടെങ്കിൽ പോലും അശോകമരങ്ങളുടെ ചുവട്ടിൽ താമസിക്കാനായിരുന്നു സീതയ്ക്കിഷ്ടം. ഈ അശോക വൃക്ഷങ്ങൾ മാതാ സീതയുടെ ദുഃഖകരമായ ശോകം മാറ്റിയതായി പറയുന്നു. ഈ മരത്തിന്റെ പൂവ് സീതാപുഷ്പം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പുഷ്പത്തിന്റെ പ്രത്യേകത നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ പുഷ്പം വില്ല് ചുമക്കുന്ന മനുഷ്യനെ പോലെ ആയിരിക്കും. ഇത് ശ്രീരാമനെ പ്രതിനിധീകരിക്കുന്നു എന്നും പറയപ്പെടുന്നു. ശ്രീലങ്കയിൽ മറ്റെവിടെയും ഇല്ലാത്ത അശോകമരങ്ങൾ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ എന്നുള്ളതും കൂടുതൽ അതിശയകരമായ കാര്യമാണ്. ഹനുമാന്റേതാണെന്ന് പറയപ്പെടുന്ന കാൽപ്പാടുകളും ഈ സ്ഥലത്തുണ്ട്. ഈ സീതാവത്തുക ഇപ്പോൾ നുവാര ഇലിക്കടുത്തുള്ള ഹഗാല ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും നിങ്ങൾ ശ്രീലങ്കയിൽ പോവുകയാണെങ്കിൽ ഇത് കാണാൻ സാധിക്കും. 11ാമത്തെ തെളിവ് രാമായണ യുദ്ധം നടക്കുന്ന സമയത്ത് രാവണൻ അദ്ദേഹത്തിന്റെ ദേശത്തിനു വേണ്ടി വലിയ വലിയ ആനപ്പടകളെ തയ്യാറാക്കി. ഈ ഒരു കാര്യം രാമായണം വഴി നമുക്കറിയാം.
ഈ കാലത്ത് നമ്മൾ കാണുന്ന ആനകളെക്കാട്ടിലും അന്നത്തെ ആനകൾക്ക് വലിപ്പം വളരെ കൂടുതലായിരുന്നു. എന്നാൽ ചിലർ അത് വിശ്വസിക്കില്ല. അതിനാൽ ചില ഗവേഷകർ ആ ഒരു സ്ഥലത്ത് അവരുടെ റിസർച്ച് ആരംഭിച്ചു. അങ്ങനെ അവർക്ക് ആനകളുടെ എല്ലിൻ കഷ്ണങ്ങൾ ലഭിച്ചു. അത് റിസർച്ച് ചെയ്തപ്പോൾ അത് ഇപ്പോഴുള്ള ആനകളെക്കാട്ടിലും വളരെ വലുതാണെന്ന് മനസ്സിലായി. അതുവഴി ഈ ആനകൾ രാമായണ കാലഘട്ടത്തിലേതാണ് എന്നുള്ള നിഗമനത്തിലെത്തി. അവസാനത്തെ തെളിവ്, രാമായണം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ സിനിമകളിലൂടെയോ സീരിയലുകളിലൂടെയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു തവണ ലങ്കയിലെ ചില ഭാഗങ്ങൾ തീയിട്ട് നശിപ്പിച്ചിട്ട് ഹനുമാൻ അവിടെ നിന്നും പോയി. ഇതിന് വലിയൊരു തെളിവെന്തെന്ന് ചോദിച്ചാൽ, ഇന്നും ശ്രീലങ്കയിലെ ഉസംഗുഡ എന്ന സ്ഥലത്ത് പല 1000 വർഷങ്ങൾക്ക് മുൻപ് തീ പിടിച്ചതിന്റെ അടയാളങ്ങൾ അവിടെയുണ്ട്. ഇതുവഴി നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ സാധിക്കും ചരിത്രത്തിൽ ഒരു കാലത്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. ഇതെല്ലാം കണ്ട് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അതോ ഇപ്പോഴും ഇതെല്ലാം ഒരു കെട്ടുകഥയാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും ഗവേഷകർ ഇന്നും അവരുടെ റിസർച്ചുകൾ നടത്തുന്നുണ്ട്, വീണ്ടും പല തെളിവുകൾ കിട്ടാനായി. വരും കാലത്ത് വീണ്ടും വലിയ തെളിവുകൾ നമ്മുടെ മുൻപിൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. രാമായണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് പുതിയ പല കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.